ഹലോ ഗൈസ്, ഞാൻ കളമശ്ശേരി മുട്ടത്ത് മീൻ ചട്ടി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടിട്ട് ഞാനൊന്ന് കയറി. അപ്പോൾ അവിടെ എന്താ സ്പെഷ്യൽ ആയിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചട്ടിച്ചോറാണ് സ്പെഷ്യൽ എന്ന് കൗണ്ടറിൽ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിൽ മീൻ വിഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? അയ്യോ, അതിൽ മീൻ വിഭവങ്ങൾ ഒരുപാടുണ്ടാവും, അതൊന്നും പറഞ്ഞാൽ തീരില്ല, നിങ്ങൾ കയറി കഴിച്ചു നോക്ക്, മടുത്തു പോകുന്നു പറഞ്ഞു. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് അങ്ങോട്ട് കയറി അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി ചട്ടിച്ചോറ് കൊണ്ടെന്ന് വെച്ചു. അപ്പോൾ കാണാൻ കൊള്ളാം, നല്ല ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വറുത്ത മീനും പപ്പടം എടുത്തൊരു ഇലയിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് മീനിൻ്റെ ഐറ്റംസ് ആയിട്ടൊന്നും കാണുന്നില്ല. എല്ലാം ഈ പറഞ്ഞ പീരയും കാര്യങ്ങളും അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഗ്രേവി ഐറ്റംസ്. അതല്ലാണ്ടുള്ള കട്ടിക്കൊന്നും കിട്ടുന്നില്ല. ഞണ്ടിൻ്റെ കളയാൻ വയ്ക്കുന്ന 2 കാലും അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോൾ ഇതിൽ പ്രത്യേകിച്ച് മീനിൻ്റെ ഐറ്റംസ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ചേട്ടാ ഇപ്പോൾ ആളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചോണ്ടു. അപ്പോൾ അയാൾ വന്നിട്ട് എന്താണെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിൽ മീനിൻ്റെ ഐറ്റംസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, ഈ ഒരു വറുത്ത മീനും ഉണക്ക ചെമ്മീൻ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, ചെമ്മീൻ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു, ചെമ്മീനാ, ഒരു ചെമ്മീൻ എന്തോ കിട്ടി, അത്ര ഉണ്ടാവുള്ളൂ, 15 രൂപ അതിന്റെ വില. പിന്നെ കൂന്തൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം റിങ്, അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാണ്ട് ഇത് വയറ് നിറച്ച് തരാനായിട്ട് പറ്റുമത് എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചു മാത്രമേ ഉള്ളൂ, ഇത്ര ഉള്ളെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ അല്ലാണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതിൽ, എല്ലാം മീൻ്റെ ഐറ്റംസ് ആണ്. മീൻ പൊടി, ചെമ്മീൻ ചമ്മന്തി, ചെമ്മീൻ തോരൻ, അതൊക്കെ മീൻ്റെ ഐറ്റംസ് അല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഓ ശരി, എന്നാ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഹോട്ടലുകാർ തർക്കിക്കുന്ന ഒരാളല്ല. പക്ഷെ അതിനൊക്കെ ശേഷം അയാൾ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തായാലും ഈ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തിയത്. വേറെ ഒന്നുമല്ല, ഇതിലുള്ളതൊക്കെ വലിച്ചു തിന്നതിന് ശേഷം ഇല്ലാന്ന് പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നതെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ട് തോന്നി. ഭക്ഷണത്തിന് മുമ്പിലിട്ട് അപമാനിക്കുന്നതിന്റെ തുല്യം ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അത് എന്തായാലും നിങ്ങളെ കൊണ്ട് ഒന്ന് അറിയിക്കണം തോന്നി. നിങ്ങൾ ഇവിടെ കയറി കഴിക്കാതിരിക്കാനോ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കാതിരിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ എനിക്കുണ്ടായ ഒരു ദുരനുഭവം, ഈ പറഞ്ഞ ചട്ടിച്ചോറിന്റെ പേരിലുണ്ടായ ഒരു ദുരനുഭവം നിങ്ങളെന്ന് അറിയിക്കണം തോന്നി. അപ്പോൾ കഴിക്കോ കഴിക്കാതിരിക്കോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്തായാലും ഇത് എന്താ പറയുക, നമ്മൾ ഭക്ഷണം കാണാണ്ട് കിടക്കുന്ന ഒരാളെ പോലെ അയാൾ നമ്മളായിട്ട് ഒരു മോശമായിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വെച്ചത്. 220 രൂപ കൊടുത്തിട്ടാണ് ഈ ചട്ടിച്ചോറ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആപ്പാടെ 100 രൂപ പോയിട്ട് 50 രൂപയ്ക്കുള്ള ഐറ്റംസ് മാക്സിമം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമല്ല, ഈ പറഞ്ഞതിൻ്റെ ഒറ്റ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്.